ബാച്ചിലേഴ്സ് ഡിഗ്രിയും നാട്ടിലൊരു IT കമ്പനിയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും വെച്ചാണ് കല്യാണം കഴിഞ്ഞ് ഡിപ്പെൻഡന്റ് വിസയിൽ ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 10-12 മാസം കൊണ്ട് ഏതാണ്ട് 218 ആപ്ലിക്കേഷൻസ് ഞാൻ അയച്ചു. അതിൽ 217 റിജക്ഷൻസ് ആയിരുന്നു. 218ാമത്തെ കമ്പനി എൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളും അതുപോലെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പൊതുവെ കേട്ടിരിക്കുന്നത് IT ഫീൽഡിന് ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും പിന്നെ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യം അങ്ങനെ വലുതായിട്ട് വരുന്നുമില്ല, ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടും എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി, ഓക്കെ ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്താൽ മതി, ജോലി കിട്ടാനായിട്ട് വലിയ പാടൊന്നും കാണത്തില്ലെന്ന്. അങ്ങനെ ഞാനൊരു ജനറൽ റെസ്യൂമേ ഉണ്ടാക്കി, അതുപോലെ ഒരു കവർ ലെറ്ററും ഉണ്ടാക്കി എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും റെക്കഗ്നൈസ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. നാട്ടിൽ നിന്ന് എന്താണ് കിട്ടിയത് അത് തന്നെ സ്കാൻ ചെയ്ത് അയക്കുമായിരുന്നു ചെയ്തത്. എനിക്ക് ആ സമയത്ത് ജർമ്മൻ അറിയത്തില്ലായിരുന്നു. ഇവിടുത്തെ മിക്ക അഡ്വർടൈസ്മെന്റ്സും, അതായത് 95% ജോബ് അഡ്വർടൈസ്മെന്റ്സും ജർമ്മനിലാണ്. അപ്പം ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ചേരുന്ന ജോബ് പൊസിഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യുമായിരുന്നു ചെയ്തത്. ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചുകൊണ്ടിരുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് റിജക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ഞാൻ ഫുൾ ടൈം പൊസിഷൻസ് മാത്രമല്ലായിരുന്നു നോക്കുന്നത്, ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു കമ്പനി എനിക്ക് ഇന്റേൺഷിപ്പ് പൊസിഷന് കിട്ടുന്നത്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് ഇവിടെ കൊറോണ കേസസ് ഒക്കെ കൂടിയിട്ട് ജർമ്മനി ഫസ്റ്റ് ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. അപ്പം ആ കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് എല്ലാം അവർ ഫ്രീസ് ചെയ്തു. അങ്ങനെ ആ പൊസിഷൻ എനിക്ക് നഷ്ടപ്പെട്ടു. അതേ സമയത്താണ് ഇൻ്റഗ്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരുന്നത്. കൊറോണ കാരണം അവർ അത് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഫീൽഡ് SAP ആണ്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് അയച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള SAPയിലെ മൊഡ്യൂളിനെക്കാട്ടിലും കൂടുതൽ ഡിമാൻഡ് ഉള്ള മൊഡ്യൂൾസ് ആണ് ഇവിടുത്തെ കമ്പനീസ് കൂടുതൽ ചോദിക്കുന്നതെന്നും. അപ്പോൾ അന്ന് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ആഗൻറ്റ്യൂർ ഫോർ ആർബൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജോബ് ഏജൻസിയെ പറ്റി കേൾക്കുന്നത്. അവർ മെയിൻലി നമുക്ക് കോഴ്സൊക്കെ ഓഫർ ചെയ്യും. അപ്പം നമ്മുടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ അവർക്ക് ഒരു മെയിൽ അയച്ചു. അതും ഇംഗ്ലീഷിലാണ് മെയിൽ അയക്കുന്നത്. എനിക്ക് ഇതുപോലെ ഇന്ന മൊഡ്യൂളിൽ ട്രെയിനിങ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അവർ റിപ്ലൈ ചെയ്തു, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ജർമ്മനിലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് B1 എങ്കിലും വേണം ആ കോഴ്സ് നമുക്ക് മനസ്സിലാവാണെങ്കിൽ. അപ്പം അത് നടക്കത്തില്ലെന്ന് എനിക്ക് അവസാനം മനസ്സിലായി. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് റിജക്ഷൻസ് ആണ് എനിക്ക് കിട്ടിയെന്നുള്ളത് കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരുന്നു. അതായത് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ല, ഈ പൊസിഷന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. പിന്നെ ചില കമ്പനീസ് പറഞ്ഞിട്ടുണ്ട് എന്നോട് അറ്റ്ലീസ്റ്റ് B1 ലെവൽ അല്ലെങ്കിൽ C1 ലെവലൊക്കെ എഴുതിയെടുത്തിട്ട് ഒന്നുകൂടെ റീ അപ്ലൈ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിജക്ഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ സ്കിൽ സെറ്റും അതുപോലെ ഈ ജോബ് റിക്വയർമെന്റ്സും തമ്മിൽ മാച്ച് ആവുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില കമ്പനീസ് ആണെങ്കിൽ അവർ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നതെന്ന് പറയത്തില്ലായിരുന്നു, ജസ്റ്റ് നിങ്ങളെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് റിജക്ഷൻസ് അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയ ടൈപ്പ് ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ സ്പീഡ് തിരിച്ചു വരുന്ന റിജക്ഷൻസ് ആയിരുന്നു. അതായത് ഞാനൊരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ റിജക്ഷൻ വരുന്നതെന്നുള്ളത്. പിന്നെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവർ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ജോബ് സ്പെസിഫിക് ആയിട്ട് അവർ കുറച്ച് കീവേഡ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ കീവേഡ്സ് നമ്മുടെ റെസ്യൂമേലോ അല്ലെങ്കിൽ കവർ ലെറ്ററിലോ ഇല്ലെങ്കിൽ അവരപ്പോൾ തന്നെ റിജക്ഷൻസ് അടിച്ചു തരും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് അയച്ച് റിജക്ഷൻസ് മേടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതിൽ ഏറ്റവും ആദ്യത്തേതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ജർമ്മൻ ലാംഗ്വേജിനെ പറ്റിയാണ്. ഒരു ബിസിനസ് പ്രൊഫഷൻസി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരോട് ജർമ്മനിൽ സംസാരിക്കാനായിട്ട് ജർമ്മൻ മസ്റ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. ഞാൻ താമസിക്കുന്ന ആഹനിലാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കമ്പനി എന്ന് പറയുന്നത് ആഹനും അതിൻ്റെ 80 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന കമ്പനീസാണ്. അപ്പോൾ അത് അത്ര ഒരു ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സ്ഥലങ്ങളും അല്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ജോബ്സും ഭയങ്കര കുറവായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കുറച്ചെങ്കിലും സംസാരിക്കാൻ അറിയാൻ വയ്യാതെ മുമ്പോട്ട് പോകുന്നത് പാടായിരിക്കുമെന്ന്. പിന്നീട് എൻ്റെ ജോബ് ഹണ്ടിങ് പ്രോസസ്സിൽ ഞാൻ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഞാനൊരു ജനറൽ റെസ്യൂമേയും അതുപോലെ കവറിംഗ് ലെറ്ററും അയച്ചുകൊണ്ടിരുന്നത്. അത് നിർത്തിയിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് അയക്കാൻ തുടങ്ങി. അതായത് ജോബ് റിക്വയർമെൻറ്റ് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അയക്കാൻ തുടങ്ങി. അല്ലാതെ എൻ്റെ എല്ലാ എക്സ്പീരിയൻസും കൂടെ ഒരു കവറിംഗ് ലെറ്ററിനകത്തും റെസ്യൂമേക്കകത്ത് അയക്കുന്നത് നിർത്തി.
ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഇന്റഗ്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ ജർമ്മൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു A2 ലെവലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ബേസിക് ആയിട്ട് ജർമ്മൻ സംസാരിക്കാനായിട്ടും എഴുതാനായിട്ടും ഒക്കെ ആയി. അപ്പം ഞാനൊരു കവറിംഗ് ലെറ്റർ ജർമ്മനിൽ എഴുതിയിട്ട് എന്നെ ടീച്ചറിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ ജർമ്മനിൽ എഴുതിയ കവറിംഗ് ലെറ്ററും ഇംഗ്ലീഷിലുള്ള റെസ്യൂമേയും വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു തുടങ്ങി. ജോബ് ഓഫേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റ്സ് ആയ സ്റ്റെപ്സ്റ്റോൺ, മോൺസ്റ്റർ, ഇൻഡീഡ്, ഗ്ലാസ് ഡോർ അപ്പോൾ ഉള്ള വെബ്സൈറ്റ്സ് ഒക്കെയാണ് ഞാനും ഉപയോഗിച്ചത്. പിന്നെ ആ സമയത്ത് ഞാൻ ലിങ്ക്ഡിനിലും അതുപോലെ ജർമ്മനിയിലെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ സിംഗിലും കുറച്ചും കൂടെ ആക്റ്റീവായി. കൊറോണ സമയമൊക്കെ ആയപ്പോഴത്തേനാണെങ്കിൽ ഇവിടെ ജോബ് ഓഫേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ആ സമയത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒരു വെബ്സൈറ്റിനെ പറ്റി അറിഞ്ഞു, kununu.com എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമൈൻ ഏതാണോ അതും വെച്ചും അതുപോലെ നമ്മൾ താമസിക്കുന്ന റീജിയൻ വെച്ച് നമുക്ക് കമ്പനീസ് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ്, അവർക്ക് ഓരോ ഡെസിഗ്നേഷനിലും പ്രൊവൈഡ് ചെയ്യുന്ന സാലറി എത്രയൊക്കെ ആണെന്നും അതുപോലെ അവരുടെ ഇൻഫർമേഷനൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അവിടെ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് പൊസിഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ ഞാൻ അവർക്കൊരു അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് അയക്കുമായിരുന്നു. അപ്പോഴാണ് കൊളോണിൽ നിന്നൊരു കമ്പനി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ പ്രൊഫൈൽ മാച്ചിങ് ആയിട്ട് കണ്ടു, ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ. ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ടെലിഫോണിക്, അതായത് ഓൺലൈൻ ആയിരുന്നു, വീഡിയോ കോൺഫറൻസിങ് ആയിരുന്നു. അതിനകത്ത് HR ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ ടെക്നിക്കൽ ഹെഡും ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ജർമ്മനിലായിരുന്നു. ആദ്യം തന്നെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ A2 ലെവലാണ്, അതുകൊണ്ട് തന്നെ ഒരു ഹൈലി പ്രൊഫിഷ്യൻസി ഒന്നും എനിക്ക് ജർമ്മനിലില്ല, ബേസിക് ആയിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പം അവർ പറഞ്ഞു ഓക്കെ, ജർമ്മനിൽ സംസാരിച്ചോ, അറിയാൻ വയ്യാത്തത് മാത്രം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഡിസിഷൻ 2 ദിവസം കഴിഞ്ഞ് അറിയിക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഡിസിഷൻ പറഞ്ഞു. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പം രണ്ടാമത്തെ ഇൻ്റർവ്യൂവിനുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അതൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച മുഴുവൻ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് അതിലാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കണം, രണ്ടാമത്തെ റൗണ്ട് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ. ഇപ്പം ഇൻ്റഗ്രേഷൻ കോഴ്സിനൊക്കെ 2-3 ദിവസം ലീവൊക്കെ എടുത്ത് ഇരുന്ന് പഠിച്ച് ജർമ്മനും അതിൻ്റെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഇൻ്റർവ്യൂ. 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ 2 ആയപ്പോഴത്തേന് അവിടെ എത്തി. ആ ഉള്ള സമയം കൊണ്ടൊക്കെ പിന്നെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഇൻ്റർവ്യൂ അവരുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൊളോണിൽ. അതൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനകത്ത് അവർ മെയിൻലി നമ്മുടെ നാട്ടിൽ ചോദിക്കുന്ന പോലെ ഇങ്ങനെ പ്രോഗ്രാം എഴുതാനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോഡ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കാനോ അങ്ങനെയൊന്നുമല്ല. അവരുടെ ഓഫീസിൽ, അതായത് അവരുടെ ബിസിനസ്സിൽ നടക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേന്, അങ്ങനത്തെ കുറച്ച് തിയറിറ്റിക്കൽ ബേസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ബേസ്ഡ് കാര്യങ്ങളാണ് അവർ ഇൻ്റർവ്യൂവിന് കൂടുതൽ ചോദിച്ചത്. ഏതാണ്ട് 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ ഡിസിഷൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് HR വിളിച്ചു. എന്നിട്ട് ഇതുപോലെ പറഞ്ഞു നിങ്ങളെ എടുക്കാനായിട്ട് അവർ വില്ലിങ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇത്രയും ആപ്ലിക്കേഷൻസ് അയച്ച് കിട്ടിയൊരു ജോലിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി കിട്ടി. കമ്പനി ജോബ് കോൺട്രാക്ട് അയച്ചു തന്നു. അപ്പോൾ അത് തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ എൻ്റെ റിന്യൂ ചെയ്ത വിസ കൂടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് എൻ്റെ സ്പൗസ് വിസ എക്സ്പയർ ആവാൻ പോകുമായിരുന്നു. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ഞങ്ങൾ ഔസ്ലൻഡ് ട്രാവലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. അവിടെ ഞങ്ങൾ എൻ്റെ ജോബ് കോൺട്രാക്റ്റും അതുപോലെ പഴയ വിസ കൂടി സബ്മിറ്റ് ചെയ്തപ്പോഴത്തേന് 2 വർഷത്തേന് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. കൂടാതെ അതൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് 4 വർഷത്തിനുള്ളിൽ PR അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അതായത് 5 വർഷം എന്നുള്ളത് 4 വർഷമാക്കി കുറഞ്ഞത് ഞാൻ ഇൻ്റഗ്രേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പോൾ ആ കമ്പനിയിൽ ഞാൻ SAP ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിൽ ജർമ്മൻ ആവശ്യമായിരുന്നു. കാരണം ഞാൻ ജോലി നോക്കിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് അത്ര ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സ്ഥലങ്ങളല്ലായിരുന്നു. ഇപ്പം മ്യൂണിക്കോ, ബെർലിനോ, ഫ്രാങ്ക്ഫർട്ട് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇൻ്റർനാഷണൽ സിറ്റീസാണ്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ A1 തൊട്ട് B1 വരെ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ PR കിട്ടാനായിട്ടും ഇത് ഭയങ്കര ഉപകാരമാണ്. കാരണം 5 വർഷം എന്നുള്ളത് 4 വർഷമായിട്ട് കുറയും. അതുപോലെ നമുക്ക് ലേബൻസ് ആൻഡ് ഡോയ്ച്ച്ലാൻഡ് ഒരു ടെസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ കോഴ്സിൻ്റെ അവസാനം എഴുതുന്നുണ്ട്.
അത് ഇപ്പോഴത്തെ ഒരു റിക്വയർമെൻ്റ് ആണ് PR കിട്ടാനായിട്ട്. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസും അതുപോലെ ഞാൻ ചെയ്ത കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലൊരു ജോബ് ഹണ്ടിങ് പ്രോസസ്സ് എക്സ്പീരിയൻസ് ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഈ ചാനലും അതുപോലെ ഞങ്ങൾ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.